വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിന ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംകാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, തേജസ്കരണ കാലത്തിൻ്റെ 2-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, തേജസ്കരണ കാലം നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന മനോഹരമായ ദൃഷ്ടാന്തങ്ങളാണ്. മോശയും ഏലിയായും കർത്താവിനോട് സംസാരിക്കുകയും അവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാമെന്ന് പത്രോസ് പറയുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഈ മഹത്വത്തിൻ്റെ ഈ കാലങ്ങളിൽ നാം നിത്യതയെക്കുറിച്ച് കൂടുതൽ ആഴമായി ചിന്തിക്കുവാനായിട്ട് ബാധ്യതയുള്ളവരാണ്. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇത് 2 എപ്പിസോഡാണ്. 38, 39, 40 ഒരു എപ്പിസോഡാണ്. കർത്താവ് നിയമജ്ഞരെ വിമർശിക്കുകയാണ്. കർത്താവ് പറയാണ്, നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങൾ വഹിക്കുവാനും വിരുന്നുകളിൽ അഗ്രാസനം ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. 5-ാമത് ഒന്നുകൂടി പറയുന്നു: അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു നടിക്കുകയും ചെയ്യുന്നു. ഇത് നിയമജ്ഞരുടെ പൊള്ളയായൊരു ജീവിതത്തെക്കുറിച്ച് കർത്താവ് വരച്ച് കാണിക്കുകയാണ്. നമുക്കറിയാം, ഫരീസയരും നിയമജ്ഞരും യഹൂദ സമൂഹത്തിലെ ഏറ്റവും ശക്തമായ പ്രബലരായ 2 വിഭാഗങ്ങളാണ്. നിയമങ്ങൾ പഠിക്കുന്നവർ, നിയമങ്ങൾ പ്രവർത്തിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവർ. നമ്മളുടെ അധികാരികളെ സൂചിപ്പിക്കുന്നവരാണ് നിയമജ്ഞർ എന്ന് പറയുന്നത്. എന്നാൽ ഈ നിയമജ്ഞർ നിയമങ്ങൾ പാലിക്കില്ല. എന്നാൽ മറ്റുള്ളവരെ ഇവർ പരസ്യമായും ക്രൂരമായും ശിക്ഷിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വേണം. അവർക്ക് തെരുവീഥികളിൽ അഭിനന്ദനങ്ങൾ വേണം, അനുമോദനങ്ങൾ വേണം, സ്വീകരണങ്ങൾ വേണം, അംഗീകാരങ്ങൾ വേണം, മുഖ്യസ്ഥാനങ്ങൾ വേണം, വിരുന്നുകളിൽ സമൃദ്ധമായ സദ്യ വേണം, പ്രഥമ സ്ഥാനം വേണം. അവർ നിയമങ്ങൾ തെറ്റിച്ച് പാവപ്പെട്ടവരെ പീഡിപ്പിക്കുന്നവരാണ്. അധികാര സീമയിലിരിക്കുന്ന പലപ്പോഴും പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പാവങ്ങളെ കൊള്ളയടിക്കുന്നവരാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായി പറയുന്നത്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായം എടുത്ത് വായിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം എടുത്ത് വായിച്ചാലും ദീർഘമായി കർത്താവ് ഈ ഫരീസ്യന്മാരെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം
ഈ നിയമജ്ഞര് സമൂഹത്തിലെ ഏറ്റവും മനുഷ്യരെ ദ്രോഹിക്കുന്ന വിഭാഗങ്ങളായിട്ട് മാറുന്നത് നാം കാണാനായിട്ട് കഴിയുകയാണ്. കർത്താവ് പറയുകയാണ്, നിയമജ്ഞരെയും ഫരീസ്യരെയും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്, അവർ പറയുന്നത് പ്രവർത്തിക്കണം. ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ പോലും അവർ അനക്കാറില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുന്നു, വസ്ത്രങ്ങൾക്ക് തൊങ്ങലുകൾ കൂട്ടുന്നു, വിരുന്നുകളിൽ പ്രഥമ സ്ഥാനങ്ങളിൽ, സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീതിയിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു, റബി എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൽ അവരെല്ലാവിധമായ പേരും പെരുമയ്ക്കും സ്ഥാനവും മാനങ്ങൾക്കും വില കൊടുക്കുന്നവരാണ് ഈ നിയമജ്ഞർ. കർത്താവ് പറയും, അവരെ സൂക്ഷിച്ചോണം, അവരുമായി ബന്ധമൊന്നും വേണ്ട. എന്നാൽ രണ്ടാമത്തെ എപ്പിസോഡ് ഒരു പാവപ്പെട്ട വിധവയെക്കുറിച്ചാണ്. കർത്താവ് ഭണ്ഡാരത്തിൻ്റെ ദൃശ്യത്തിരിക്കുമ്പോൾ ആളുകൾ ഓരോരുത്തരും വന്ന് ഭണ്ഡാരത്തിൽ നിക്ഷേപങ്ങൾ ഇട്ടു പോകുന്നത് കാണുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ പ്രിയ സഹോദരങ്ങളെ. ഒന്ന്, ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുമ്പോൾ നാം വെറും കൈയോടെ പോകരുത്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകുമ്പോൾ നേർച്ച കാഴ്ചകളുമായി കർത്താവിൻ്റെ അടുക്കൽ പോകണം. നമ്മുടെ നേർച്ചകൾ കർത്താവിന് വേണമോ എന്നുള്ളതല്ല പ്രസക്തി. നേരെ മറിച്ച് നാം നടത്തുന്ന നേർച്ചകൾ നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ മനോഭാവത്തിൻ്റെ ഭാവമാണ്. ഇവിടെ കർത്താവ് ഒരു നല്ല മനോഭാവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പാവപ്പെട്ട വിധവ അനേകം ആളുകൾ നേർച്ചയിടുന്ന കൂട്ടത്തിൽ, വലിയ 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 തുകകൾ നേർച്ചയിടുന്ന കൂട്ടത്തിൽ 2 ചെറു ചെമ്പ് തുട്ട് നാണയങ്ങൾ ഇടുന്നു. കർത്താവ് അത് പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. ഓർത്തോണം, നാം ഇടുന്ന നിക്ഷേപങ്ങളൊക്കെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ നേർച്ചകൾ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ മനോഭാവം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഒരു പാവപ്പെട്ട വിധവയെ കർത്താവ് ശ്രദ്ധിച്ചെങ്കിൽ നമ്മളെല്ലാവരെയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ 2 ചെമ്പ് തൊട്ടിനെ കർത്താവ് ശ്ലാഘിക്കുകയാണ്. എന്താ കാരണം? കർത്താവ് പറയുകയാണ്, പല ധനവാന്മാരും വലിയ തുക ഇട്ടിട്ടും കർത്താവ് പറയുകയാണ്, ഇവൾ വലിയ തുക ഇട്ടിരിക്കുന്നു. എന്താ കാരണം? കർത്താവ് പറയുകയാണ്, മറ്റെല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തപ്പോൾ ഇവൾ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും തനിക്കുള്ളതെല്ലാം, ഇതാണ് മനോഭാവത്തിൻ്റെ പ്രത്യേകത, തനിക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു. തൻ്റെ അന്നത്തെ അന്നത്തിന് വേണ്ടുന്ന ഭാഗം കൂടി അവൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ശൂന്യമായിട്ടാണ് അവൾ ഇറങ്ങിപ്പോകുന്നത്, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട്. അതാണ് യഥാർത്ഥമായി സമർപ്പണം. നമ്മൾ പ്രാണാറിലെ എല്ലാം സമർപ്പിക്കുന്നു, നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ബുദ്ധിയെ സമർപ്പിക്കുന്നു, എൻ്റെ ശക്തിയെ സമർപ്പിക്കുന്നു, എൻ്റെ ധനത്തെ സമർപ്പിക്കുന്നു, എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും നാം ഒന്നും സമർപ്പിക്കാറില്ല. സമർപ്പണം ത്യാഗമുള്ളതാകണം. എങ്കിൽ മാത്രമേ ആ സമർപ്പണത്തിന് വിലയുണ്ടാകത്തുള്ളൂ. ത്യാഗമില്ലാത്ത ഒരു സമർപ്പണത്തിനും തമ്പുരാന് മുമ്പിൽ വിലയില്ല. കർത്താവ് തന്നെ കുരിശിൽ സമർപ്പിച്ചവനാണ്. എന്തിനു വേണ്ടി? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ആ കാൽവരി കുരിശിലെ സമർപ്പണത്തിന് വലിയൊരു ത്യാഗമുണ്ട്, ജീവന്റെ ത്യാഗം. തന്നെ മുഴുവനായി അവൻ സമർപ്പിച്ചു. അവസാന തുള്ളി രക്തം വരെ അവൻ സമർപ്പിച്ചു മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി. ഇത് തന്നെയാണ് കർത്താവ് ദേവാലയത്തിൽ നമ്മളോടും ആവശ്യപ്പെടുന്നത്. നമ്മുടെ സമർപ്പണം നമ്മുടെ ത്യാഗത്തിൻ്റെ ഫലമാകണം. ത്യാഗമില്ലാത്ത, വേദനയില്ലാത്ത ഒരു സമർപ്പണവും അർത്ഥമുള്ളതല്ല. പ്രത്യേകിച്ചും കർത്താവിന് സമർപ്പിക്കുമ്പോൾ നമുക്കറിയാം, ബലികളെല്ലാം ത്യാഗത്തോടെ നടക്കുന്ന ബലികളാണ്. ആട്ടിൻകുട്ടികളെ കൊന്നാണ് ബലി അർപ്പിക്കുന്നത്. അതൊരു ത്യാഗമാണ്, അതൊരു അർപ്പണമാണ്. ഇതുപോലെ തന്നെ നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സമർപ്പണത്തിന് തയ്യാറാകണം, ഒരു അർപ്പണത്തിന് തയ്യാറാകണം, വിട്ടുകൊടുക്കലിന് തയ്യാറാകണം, സ്വയം ത്യജിക്കുവാൻ തയ്യാറാകണം. സ്വയം ത്യജിക്കലില്ലാത്ത ഒരു സമർപ്പണവും സ്വീകാര്യമല്ല. ഇവിടെ 2 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, നിയമജ്ഞരുടെ കാപട്യത്തെ സൂക്ഷിക്കുക.
രണ്ട്, നമ്മുടെ സമർപ്പണം ത്യാഗത്തോടു കൂടിയാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുമ്പോൾ നേർച്ച കാഴ്ചകളോടി പോകുവാനും അത് നമ്മുടെ ഒരു ത്യാഗത്തിൻ്റെ ഫലമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകാത്തതായി ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം തിരിച്ചു കൊടുക്കുമ്പോഴും അതേ മനോഭാവത്തോടെ തിരിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി കൈയും കാലും കണ്ണും ഒക്കെ അടച്ചു നിൽക്കാതെ കൈയും കാലും ഒക്കെ തുറന്നു നിൽക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.